മിക്സറാണ്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്നാമത്തെ ചാനൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചാനൽ ഓക്കെയാണ്. മൂന്നാമത്തെ ചാനൽ ഞാനിപ്പം ഒരു സിഗ്നൽ കൊടുത്ത് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ 12ാമത്തെ ചാനലാണ്. 12ാമത്തെ ചാനൽ നമ്മൾ നോക്കുന്നൊരു ഔട്ട്പുട്ട് കണ്ടോ. 12ാമത്തെ ചാനലിനകത്ത് ഇതേപോലെ നോയ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 12ാമത്തെ ചാനൽ കംപ്ലൈൻ്റ് ആണ്. അതേപോലെ തന്നെ 12ാമത്തെ ചാനലിൻ്റെ മ്യൂട്ട് ബട്ടൺ വർക്കിംഗ് അല്ല, മ്യൂട്ട് വർക്കിംഗ് ആവുന്നില്ല. അതുപോലെ സിഗ്നൽ, ഒരു ആഡിയോ സിഗ്നൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ വേറെ ഒരു കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ സ്റ്റീരിയോ ചാനൽ 2 എണ്ണം ഉണ്ട്. അത് സ്റ്റീരിയോ ചാനൽ തന്നെ ഈ ഫേഡർ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ സിഗ്നൽ ലൂസ് കോണ്ടാക്ട്, ലെഫ്റ്റ് സൈഡ് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നമ്മൾ ഫേഡർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഫേഡർ ചേഞ്ച് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പം നമുക്കിത് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അഴിക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സ്ക്രൂകളെല്ലാം അഴിക്കാം. അപ്പം മുകളിലത്തെ ഈ XLR ജാക്കിൻ്റെ സ്ക്രൂകൾ, ഇതേപോലെ ഈ എല്ലാ സ്ക്രൂകളും നമ്മൾ അഴിക്കണം. അപ്പം ഫസ്റ്റ് നമുക്ക് സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യാം. അതിനുശേഷം കൂളിംഗ് കൺട്രോളിൻ്റെ നോബുകൾ, അതേപോലെ ഫീഡറിൻ്റെ നോബ്, നമ്മുടെ ഈ ഫോണോപ്പിൻ്റെ എല്ലാം നട്ടെല്ലാം അഴിക്കണം. അതിനുശേഷം നമുക്കിത് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. XLRൻ്റെ സ്ക്രൂകളെല്ലാം അഴിച്ചു മാറ്റി. അടുത്തത് നമ്മൾ ഈ ഫോണോ സോക്കറ്റിൻ്റെ നട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അഴിക്കുന്നതെല്ലാം നമ്മൾ സേഫായിട്ട് വെക്കണം. നമുക്ക് തിരിച്ചു പിടിപ്പിക്കുമ്പോൾ ഒന്നുപോലും മിസ്സാവാതെ വേണം നമ്മളെല്ലാം. അതേപോലെ തന്നെ ഫേഡറിൻ്റെ നോബുകൾ ഓരോന്നായിട്ട് റിമൂവ് ചെയ്യുകയാണ്. എല്ലാം സേഫായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമുക്ക് സേഫായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത നോബുകൾ, ഓരോ കൺട്രോളിൻ്റെ ഓരോ നോബുകളെല്ലാം അഴിച്ചാലേ നമുക്ക് ഈ മിക്സർ ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അപ്പം ഓരോ സ്വിച്ചുകളും അതിൻ്റെ എല്ലാത്തിൻ്റെയും നോബുകൾ നമ്മൾ അഴിക്കണം. അഴിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അത് സൂക്ഷിക്കാൻ മറക്കരുത്. അപ്പം എല്ലാം അഴിച്ച് ഇനി അതിൻ്റെ സൈഡുകളിൽ നമുക്ക് സ്റ്റാറിൻ്റെ സ്ക്രൂകളുണ്ട്. അപ്പം സ്ക്രൂകളെല്ലാം റിമൂവ് ചെയ്യണം. സൈഡിലായിട്ടും അടിയിലും സ്ക്രൂകൾ വരുന്നുണ്ട്. എല്ലാ സ്ക്രൂവും റിമൂവ് ചെയ്ത് സേഫായിട്ട് സൂക്ഷിക്കുക. സ്ക്രൂകളെല്ലാം സേഫായിട്ട് റിമൂവ് ചെയ്ത് വെക്കുക. എല്ലാം സ്ക്രൂ അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമ്മുടെ കവറ് തുറക്കാം. അടിയിലൊരു 3 സ്ക്രൂ വരുന്നുണ്ട് ബോട്ടം ഭാഗത്തായിട്ട്. ഇതിൻ്റെ പവർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ പവർ പിന്നെ കുത്തി കൊടുക്കുന്നത്. അതാണ് നമുക്ക് നേരെ കാണുന്നതാണ് അതിൻ്റെ പവർ ഇൻപുട്ട്. അവിടെ ഒരു സ്വിച്ചും ഒരു ഫ്യൂസും വരുന്നുണ്ട്, പവർ ഓൺ ഓഫ് സ്വിച്ച്. അപ്പം നമ്മളെ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് പൊങ്ങി വരും 2 പാർട്ടായിട്ട്. നമുക്ക് നേരെ സർക്യൂട്ട് ബോർഡിലേക്ക് കാണാം. ഒറ്റ ബോർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മിക്സറിൻ്റെ ഇൻസൈഡ് വ്യൂ. നമ്മുടെ കംപ്ലൈൻറ്റ് വന്ന ചാനൽ ഇതായിരുന്നു.
ഈ ചാനലാണ് നമുക്ക് നോയ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് ഫുള്ള് പൊടികളും ഇതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വോളിയം ഫെയ്ഡറിൻ്റെ ഇടയിൽ കൂടെ തോന്നുന്നു വെള്ളം കയറി ഫുള്ള് ഐസികളുടെ മുകളിൽ പൂപ്പൽ പോലെ പിടിച്ചിരിക്കുകയാണ്. അതേപോലെ ഒത്തിരി ഡസ്റ്റ് ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ചാനൽ. അതുകൊണ്ട് അതിൻ്റെ IC ഫുള്ള് വാട്ടർ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഫുള്ള് പൂപ്പ് പിടിച്ച് എൻ്റെ ICയുടെ ലെഗെല്ലാം ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. സോൾഡറിങ് ഒക്കെ ബാഡ് കണ്ടീഷനിലാണ്. അപ്പം നമുക്കത് ക്ലിയർ ചെയ്യണം. അതെല്ലാം ബോർഡ് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ എല്ലാം നമ്മൾ വിഷ്വലി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ നമ്മുടെ ഒരു ജമ്പർ വയർ വിട്ട് കിടപ്പുണ്ട്. നമ്മളിത് ഒരു ചാനലിൻ്റെ നമ്മുടെ സ്റ്റീരിയോ ചാനലിൻ്റെയാണ്. നമ്മുടെ ഒരു സൈഡ് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ ഒരു വയർ വിട്ട് കിടപ്പുണ്ട്, ഒരു ജമ്പർ വയർ. അതേപോലെ ഫുള്ള് അഴുക്ക് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ വർക്ക് ചെയ്യാത്ത ചാനലിനകത്ത്. അപ്പോൾ അതെല്ലാം നമുക്ക് PCB ക്ലീനിങ് സൊല്യൂഷനും ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മുടെ IC ഫുള്ള് ഡീസോൾഡർ ഡീസോൾഡറല്ല, നമുക്ക് പുതുതായിട്ട് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ICക്ക് ലെഗിനൊന്നും ഡാമേജ് ഇല്ലെങ്കിൽ IC തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്കൊരു ടൂത്ത് ബ്രഷാണ് ഞാനിവിടെ ഉപയോഗിച്ച് നമുക്ക് ഡസ്റ്റ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് ICയുടെ അവസ്ഥയൊന്ന് നോക്കാം. എല്ലാ ചാനലും നമുക്ക് അതേപോലെ ക്ലിയർ ചെയ്തെടുക്കേണ്ടി വരും. ബാക്കി ചാനലൊന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ലായിരുന്നു. നമ്മുടെ 12ാമത്തെ ചാനൽ മാത്രമേ ഇതിന് കംപ്ലൈൻ്റ് ഉള്ളായിരുന്നു. അപ്പം അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. നമുക്ക് എന്തായാലും ബോർഡ് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഈ ബോർഡ് ഫുള്ള് നമുക്ക് ഡസ്റ്റും വാട്ടറായിട്ട് ഡസ്റ്റ് മിക്സായിട്ട് ഒരു കുഴമ്പ് പരുവത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ ഫെയ്ഡറിൻ്റെ ഇടയിൽ കൂടെ ആണെന്ന് തോന്നുന്നു എങ്ങനെ ഇതിനുള്ളിലേക്ക് വെള്ളം കടന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കംപ്ലൈൻറ്റിൻ്റെ മെയിൻ കാരണം. വാട്ടർ ഡാമേജാണ്. എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. എന്തായാലും വെള്ളം ഈർപ്പം പിടിച്ചിട്ടുണ്ട് നമ്മുടെ ബോർഡിലേക്ക്. നല്ലതുപോലെ ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബോർഡ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ചെയ്ത് നമ്മുടെ ഹോട്ട് എയർ ഗണ്ണ് വെച്ച് അടിച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള നമ്മുടെ ആഡിയോ സിഗ്നലൊക്കെ പ്രോസസ് ചെയ്യുന്ന മിക്സറുകൾ ഇതേപോലെ വാട്ടർ കയറി കഴിഞ്ഞാൽ നല്ല ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിൽ ബാധിക്കും. അപ്പം നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഇത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ചാനലും പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഡസ്റ്റെല്ലാം റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാത്ത നോയ്സ് വരുന്ന ചാനൽ നല്ല രീതിയിൽ അത് വീണ്ടും IC സോൾഡർ ചെയ്ത് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബോർഡ് ഫുള്ള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഹോട്ട് എയർ ഗണ്ണാണ്. ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ച് നമ്മുടെ IC ഒന്ന് നല്ല രീതിയിൽ ഹീറ്റാക്കി വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കാം. അവിടെ നല്ല രീതിയിൽ ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഹോട്ട് എയർ ഗൺ വെച്ച് ഹീറ്റാക്കി എടുക്കുകയാണ്. എല്ലാ ICയും നമ്മുടെ വാട്ടർ ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ച് ഈർപ്പം കളയാനുള്ള പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ബോർഡ് നല്ല രീതിയിൽ തന്നെ ഞാൻ ഡസ്റ്റെല്ലാം റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ PCB ക്ലീനിങ് സൊല്യൂഷനാണ്. അത് ഉപയോഗിച്ച് നമ്മൾ ഒന്നുകൂടെ IC നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നു.
നമ്മുടെ ബോർഡ് നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിട്ടിരുന്ന ജമ്പർ വയർ നമുക്കത് ജോയിൻ്റ് ചെയ്യണം. അത് നമുക്ക് സോൾഡർ ചെയ്ത് ജോയിൻ്റ് ചെയ്യാം. ഇതിൽ നമ്മുടെ മുകളിലത്തെ ബോർഡും താഴെ നമ്മുടെ ബോർഡുമായിട്ട് ജമ്പർ വയർ ഇട്ട് ലിങ്ക് ചെയ്തേക്കാണ്. രണ്ട് PCB ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേ ജമ്പർ വയറുകളുണ്ട് ഇതേപോലുള്ള. അപ്പം ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ഇത് ജമ്പർ വയർ ഒന്നീ ബോഡിയിൽ നിന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ അത് സെൻറ്റർ വെച്ച് ബ്രേക്കായി പോകും. അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് സാധാരണ വരുന്നതാണ്. ഇവിടുത്തെ കേസിൽ ഇതൊരു ഗ്രൗണ്ടിൻ്റെ ലിങ്ക് വയറാണ്. അതുകൊണ്ട് അത് പൊട്ടിയോണ്ട് വലിയ പ്രശ്നമുള്ളതല്ല. സിഗ്നൽ ലൈനൊന്നുമല്ല. അത് ജോയിൻറ്റ് ചെയ്തില്ലെങ്കിലും വിഷയമുള്ളതല്ല. എന്തായാലും ഞാനത് സോൾഡർ വെച്ച് ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് വയർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പുതിയ വയറിട്ട് ചെയ്യേണ്ടതാണ്. അതൊരു ഗ്രൗണ്ട് വയറാണ്. അതുകൊണ്ട് അത് ഇല്ലെങ്കിലും പ്രോബ്ലം ഉള്ളതല്ല. ഗ്രൗണ്ടുകൾ ഇഷ്ടംപോലെ ലിങ്കുകൾ വരുന്നുണ്ട്. നമ്മുടെ ഡാമേജ് ആയ IC ഇതായിരുന്നു. അത് നമ്മളത് കറക്റ്റായിട്ട് വീണ്ടും സോൾഡർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കവർ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അടുത്തത്. നമ്മൾ കവർ അഴിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു. അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അതേപോലെ ആ ഓർഡറിൽ അങ്ങ് സെറ്റ് ചെയ്താൽ മതി. അപ്പം വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ഇത് അടയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവുകയാണ്. ബോർഡ് ഫുള്ള് നിങ്ങൾ കണ്ടോ. നമ്മൾ ബോർഡ് ഫുള്ള് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഡസ്റ്റ് റിമൂവ് ചെയ്ത് ബോർഡ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈർപ്പം കയറി ഡാമേജ് ആയതാണ്. അപ്പോൾ ഇതേപോലുള്ള കമ്പോണൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ടായാലും സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഈർപ്പരഹിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ടെസ്റ്റിങ്ങിലേക്ക് പോകാൻ ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ സ്റ്റീരിയോ ചാനലായിരുന്നു കംപ്ലൈൻ്റ് ഉള്ള സ്റ്റീരിയോ ചാനൽ. 2 ചാനലും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. 2 ചാനലും സിഗ്നൽ കിട്ടുന്നുണ്ട്. അതേപോലെ അടുത്ത കംപ്ലൈൻറ്റ് നമ്മുടെ 12ാമത്തെ ചാനലിൻ്റെ ആയിരുന്നു. 12ാമത്തെ ചാനലും ഇപ്പം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലായിരുന്നു നമ്മുടെ IC വാട്ടർ ഡാമേജ് ആയിട്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ അതിലും ആദ്യ സിഗ്നൽ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. അതും നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ ചാനൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ലായിരുന്നു, നോയ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മളത് കറക്റ്റായിട്ട് അത് ഫിക്സ് ചെയ്തു. ഇപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ഇത് കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പം ഇതേപോലുള്ള വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.